ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഇന്ന് മുതലിപ്പോൾ വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ കുറച്ച് പൂളെ കിട്ടിയിരിക്കണു, അത് നേരാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതാ ഇനിയിപ്പോൾ അതിൽ കൂടെ ഇടാനുള്ള ഇറച്ചിയാണ് കേട്ടോ. അത് നമുക്കത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കണം. പിന്നെ ഇതിലേക്കുള്ള ഉള്ളിയും സാധനങ്ങളൊക്കെ അതായത് അവിടെ തൻവി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഓളൊരു വളവെത്തി നിറച്ചോ. പിന്നെ ഇന്നിപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് റിച്ചു ആണ് കേട്ടോ. റിച്ചു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്കൂൾക്ക് പോയിട്ടില്ല. മദ്രസയിൽ എക്സാം അല്ലായിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞതിന് ശേഷം അവിടെ അങ്ങനെ കളിച്ചതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അവന് തട്ടിത്തടഞ്ഞ് വീണിട്ടേ തലയുടെ ബാക്കിൽ മുറിയൊക്കെ അയക്കണു. അങ്ങനെ ഇവിടെ മദർ കെയർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ അവന് തലമ സ്റ്റിച്ചൊക്കെ ഉണ്ട് കേട്ടോ, 3 സ്റ്റിച്ചുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പോൾ സ്കൂൾക്ക് പോകലില്ല. ഓനിപ്പോൾ വീണിട്ട് ഒരാഴ്ചയൊക്കെ അയക്കണു കേട്ടോ. അപ്പോൾ അത് 10 ദിവസമാണ് പറഞ്ഞിരിക്കണത്. 10 ദിവസം കഴിഞ്ഞിട്ടേ സ്റ്റിച്ച് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ശേഷം സ്കൂൾക്ക് വിടാച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിരിക്കണു. ഇനിയിപ്പോൾ 2 ദിവസം കൊണ്ട് കഴിഞ്ഞ് അവൻ്റെ തലമത്തെ സ്റ്റിച്ച് എടുക്കുക. എപ്പോഴേലൊക്കെ ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് പോയി വന്നപ്പോഴത്തേനും ഉമ്മ അത് അതിലേക്ക് എല്ലാ പൊടികളൊക്കെ ഇട്ടുക്കുന്നു കേട്ടോ. അപ്പോൾ അതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ ചതച്ചത്, വേപ്പിൻ്റെ അങ്ങനത്തെയൊക്കെ ഇട്ടിട്ട് നമ്മളിത് വേവിച്ചെടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ആ പൂളിയും അതിലേക്ക് കൊട്ടി കൊടുത്തിട്ട് വേവിച്ചെടുത്തു. അപ്പോൾ എനിക്ക് മസാലപ്പൊടികൾ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇതാ നമ്മളിവിടെ ചെറിയ ഉള്ളിയും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഇതാ നമ്മളിതാ തൂമിക്കണം കേട്ടോ, നല്ല വെളിച്ചെണ്ണയിൽ. അങ്ങനെ അവിടെ ഇറച്ചി മൂളിയൊക്കെ ഇവിടെ റെഡി ആക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം കേട്ടോ.